ആറാലുമൂട് കടകമ്പെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് പേർ വിശ്വസിക്കുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ആ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ഒരു കഥയുമുണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് ഞങ്ങളിന്ന് പോവുകയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിലോട്ട് പോകാം. ആറാലുമൂട് കേരള ഓട്ടോമൊബൈൽസിനും നിംസ് ഹോസ്പിറ്റലിനും ഇടയ്ക്കായിട്ടാണ് ഈ കടകമ്പിൽ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. കടകമ്പിൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ കടകമ്പിൽ എന്ന സ്ഥലവും പ്രശസ്തമായത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 4-നാണ് കൊടിയേറിയത്. ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നതാണ്. ഇതോ ആ പന കണ്ടോ? ഈ പനയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രം വരുന്നതിന് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പനയെ മുറിക്കുവാൻ വേണ്ടി ഒരുപാട് പേർ വന്നിട്ടുണ്ടായിരുന്നു. പല ബുദ്ധിമുട്ടുകൾ കാരണം അവർക്കാർക്കും ഈ പനയെ മുറിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പനയെ മുറിക്കാൻ വന്ന പലരും ആ ശ്രമം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു സ്വാമി വന്ന് ഈ പനയുടെ മൂട്ടിൽ ഒരു വിളക്ക് കത്തിച്ച് ഒരു ആഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം സാധിച്ചപ്പോൾ ആ പനയ്ക്ക് എന്തോ ദൈവിക ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാവരും ഇതുപോലെ പനയുടെ മുന്നിൽ വന്ന് ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്കെല്ലാവർക്കും അവർ ആഗ്രഹിച്ച കാര്യം നടന്നു കണ്ടപ്പോൾ ഒരു വിശ്വാസം വന്നു. പിന്നെ അവിടെ ഒരു സ്വാമി സ്ഥിരമായിട്ട് വിളക്ക് വയ്ക്കുവാനും ഒരുപാട് പേർ ഇങ്ങനെ വന്നു പോയി തൊഴുന്ന ഒരു സ്ഥലമായി മാറി. ആദ്യം ഒരു കുഞ്ഞു ക്ഷേത്രമായിരുന്നു. അവിടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന സ്വാമി പറഞ്ഞത് പ്രകാരം പിന്നെ അതൊരു ക്ഷേത്രമായി മാറി. ഇന്ന് ഒരുപാട് പേർ വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ കടകമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഏപ്രിൽ 4 മുതൽ തുടങ്ങി 14 വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഘോഷയാത്രയും മാറാട്ടും വിഷുക്കാഴ്ചയും പൊങ്കാല മഹോത്സവവും ഒക്കെ ഇവിടുത്തെ പ്രധാന ഉത്സവ ചടങ്ങുകളാണ്. ഈ പനയെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഹരിമാരി അമ്മയാണ് മൂലസ്ഥാനത്തെ പ്രതിഷ്ഠ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലിനകത്ത് ആണ് പന നിൽക്കുന്നത്. പക്ഷേ പന നമ്മൾ ഇവിടുന്ന് ദർശനം നോക്കിക്കഴിഞ്ഞാൽ പന കാണാൻ പറ്റില്ല. പന കാണാൻ പറ്റാത്ത രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ശ്രീകോവിലാണിത്. എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് അന്നദാനം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകാം. വാ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായി അന്നദാനം കൊടുക്കുന്നുണ്ട്. ഈ 11 ദിവസത്തെ ഉത്സവ കാലയളവിൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളുമുണ്ട്. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഏപ്രിൽ 11 പ്രോഗ്രാം ആരും മിസ് ചെയ്യരുത്. പ്രശസ്ത സിനിമാ പിന്നണി ഗായികയായ അഡ്വക്കേറ്റ് ഗായത്രി നായർ നയിക്കുന്ന ഒരു കിടിലം മ്യൂസിക് ഈവൻ്റ് ഉണ്ട്. റാപ്പിഡ് ഫയർ മെഗാ മ്യൂസിക്കൽ ഈവൻ്റ് എന്നാണ്. ഒരുപാട് ഗായകർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മ്യൂസിക്കൽ ഈവൻ്റാണ്. പ്രത്യേകിച്ചും ഗായത്രിയുടെ പ്രോഗ്രാം കാണാനായി എത്തുന്ന ഒരുപാട് ഭക്തജനങ്ങളാണ്. ആ പ്രോഗ്രാം ആരും മിസ് ചെയ്യരുത്. ഏപ്രിൽ 11 ശനിയാഴ്ച രാത്രി 8 മണിക്കാണ്. ഏപ്രിൽ 12 രാവിലെ 9:35 പൊങ്കാല മഹോത്സവം. ഉച്ചയ്ക്ക് 12 മണിക്ക് സമൂഹ സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഏപ്രിൽ 13 വൈകുന്നേരം 5:30 മുതലാണ് ഘോഷയാത്ര. ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആറാലുമൂട് നിംസ് ഹോസ്പിറ്റലിനും കേരള ഓട്ടോമൊബൈൽസിനെയും ഇടയ്ക്കാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു ഉള്ളിലോട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. ഉത്സവം കാണാൻ വരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ ചാനലിൻ്റെ പേരിലും ഉത്സവാശംസകൾ അറിയിക്കുന്നു.